ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇനിയിപ്പോൾ നമ്മളെ നോമ്പൊക്കെ ആവാനായിപ്പോയി ല്ലേ? ഇനി കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ ആണെന്ന് കാണിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോഴി പൊരിച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഞാൻ നല്ലൊരു ഒറോട്ടിയും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ദാ ഈ ഒരു പൊരിച്ച കോഴീൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. 2 കിലോ ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ചെയ്തതാണ്. 1 കിലോൻ്റെ 2 ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു മസാല തേച്ച് വെക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് ഞെരടി ഈ ഒരു എല്ലാ പീസിൻ്റെ മേലെ നന്നായിട്ട് ആക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം അരമണിക്കൂർ. ഇപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു പാൻ വെച്ച് കൊടുത്താണ്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു കറി ഫുള്ളായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയലുണ്ട് ഇവിടെ ഇപ്പോൾ തണുപ്പാണെന്നുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ കിട്ടുന്നത് തന്നെ ഞാനിപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ തീരെ എടുക്കാൻ വേണ്ടി കിട്ടില്ല. നല്ല കട്ടായിട്ടാണ് ഉണ്ടാവുക. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് 2-3 ബാച്ചായിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3-4 ബാച്ച് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതൊരു മീഡിയം തീയിലിട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒരു എന്താ പറയുക, ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ട് ഒരു ചേരി പോലെ ആവണ്ട. നന്നായിട്ടൊന്ന് കുക്കായാൽ മതി. അതിൻ്റെ ഒരു ടൈമിങ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഭാഗം ഒരു 4 മിനിറ്റ് നേരം വേവിക്കുക. എന്നിട്ട് ഒരു ഭാഗം 4 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ടും ഒരു 4 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ചേരി പോലെ ഒന്നും ആവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക. ഞാൻ എന്തിനാ അങ്ങനെ ടൈം പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഒരുപാട് കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പുതിയതായിട്ട് കുക്കിംഗ് സ്വന്തമായിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ഹോസ്റ്റലിൽ പോയവരോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കുക്കിംഗ് തുടങ്ങിയവരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കറക്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പൊരിക്കാനെടുത്ത ആ ഒരു വെളിച്ചെണ്ണൻ്റെ ബാക്കി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അടിയിൽ വരുന്ന ആ ഒരു വേസ്റ്റ് അങ്ങ് കളയുക. ബാക്കി വെളിച്ചെണ്ണ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് എടുക്കുക കേട്ടോ. ആ ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 വലിയ സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. 3 ലാർജ് സൈസുള്ള ഉള്ളി നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. കളറൊന്നും മാറണ്ട, എന്നാൽ നന്നായിട്ട് വാടി വരണം. ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉള്ളി വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പൊടികളാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മുളക് പൊടിയാണ്. നമ്മളിപ്പോൾ മുളക് പൊടി ഓൾറെഡി നമ്മൾ ചിക്കനിൽ തേച്ച് പൊരിച്ചതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടികളൊന്ന് വാട്ടിയെടുക്കണേ. ആ പൊടികളൊരു പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 ലാർജ് സൈസുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാൻ പറ്റുകയാണെങ്കിൽ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ തുടങ്ങി. നമ്മൾ ആ ഒരു മസാലയൊക്കെ ഒന്നൊരു കുഴമ്പ് പോലെ ഒന്നായി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഈ ഒരു ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണാണ് ഞാനിപ്പം ചേർത്തത്. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെന്ത ചിക്കൻ തന്നെയാണ് വേണ്ടിയത്, അല്ലാണ്ട് ഹാഫ് കുക്കല്ല.
ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര ആണോ ഗ്രേവി വേണ്ടി അതിനനുസരിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം കറി പോലെയല്ല വേണ്ടിയത്, കുറച്ചൊരു എന്താ പറയുക കുറുകിയ ചാറാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ നല്ല ഒരു വെള്ളം പോലത്തെ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ഒറോട്ടിക്ക് ആയതുകൊണ്ട് കയ്യിൽ കിടന്ന് എന്താ പറയുക നന്നായിട്ട് ഒരു എന്താ പറയുക കുഴച്ച് തിന്നാൻ പറ്റുന്ന പാകത്തിലുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ സൈഡ് ഡിഷ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ഇതാ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് കുക്കർ മൂടിയിട്ട് നിങ്ങൾ സാധാ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റ വിസിലിട്ട്, ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്തിടുക, എന്നിട്ട് തുറന്നാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ 2 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ കുക്കർ ആയതുകൊണ്ട് ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം നമ്മളിത് തുറന്നെടുക്കുകയാണ്. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പൊളിച്ച കോഴിൻ്റെ കറി നന്നായിട്ടുണ്ടാവും. നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ഇത്രയും ലൂസായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റിയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒറോട്ടിക്ക് അത് എപ്പോഴും ചോദിക്കലുണ്ട് എങ്ങനെയാണ് പുതിർത്തൽ എന്നുള്ളത്. വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങിയാൽ മതി കേട്ടോ, അത്രേ പാടുള്ളൂ. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഏത് അരി വെച്ചിട്ടാണോ സാധാരണ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കൽ, പുഴുക്കലരിയാണ് വേണ്ടത്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് മൂടി വെക്കുക. ഒരു 3-4 മണിക്കൂർ വെക്കണം. അതിന് ശേഷം നമ്മളിതാ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇത് ആ ഒരു അരിയൊക്കെ നന്നായിട്ട് പുതിർന്നിട്ടുണ്ടാവും. അരി ചോറായി പോകാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ് തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അരി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്ത് ഒരു മണി പൊട്ടിച്ച് നോക്കിയാൽ അരി പൊട്ടിയ പോലെ തന്നെയാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. വെള്ള കളറായിരിക്കണം, പക്ഷേ നമ്മൾ ചോറായി പോകാൻ പാടില്ല. ഇതിനെ ഇനി നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഈ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് നല്ല മഷി പോലെ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നതാണ്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിനെ നമുക്ക് കട്ടിയാക്കി എടുക്കാൻ വേണ്ടി ഒറോട്ടിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒറോട്ടിപ്പൊടി ഞാൻ എപ്പോഴും പറയുന്നതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇതും പുഴുങ്ങലരി തന്നെയാണ് കേട്ടോ. പുഴുങ്ങലരി വെള്ളക്കുറുവ അരിയാണ് ഞാൻ ഉപയോഗിക്കൽ നാട്ടിൽ. അത് കഴുകി നമ്മൾ മില്ല് കുറച്ചാഴ്ച പൊടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. മില്ലിൽ തന്നെ അത് വറുത്തിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അതിനൊരു കറക്റ്റ് അളവില്ല. നമ്മളിതൊന്ന് കട്ടിയാക്കി എടുക്കണം. നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടാൻ പാകത്തിൽ വരെ ഇതിനൊന്ന് കട്ടിയാക്കി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ കയ്യിലൊന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പറ്റിയതിന് ശേഷം ഞാനിത് ഓരോ ഉരുളെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്, കാരണം ഇന്നിവിടെ എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് ആവുകയും വേണം, കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ സൈസിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ, ഏത് ടൈപ്പിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഉരുട്ടിയതിന് ശേഷം നമ്മൾ ആ ചൂടായ തവയിലിട്ടിട്ടാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പരത്താൻ പ്രയാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ നല്ല വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൽ വെച്ചിട്ട് പരത്തിയതിന് ശേഷം ഈ ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ഈ ഒരു 4 എണ്ണം, അതിപ്പോൾ വലിയ പത്തിരി ആയതുകൊണ്ട് ഒരു 4 എണ്ണ എനിക്ക് ഇവിടെ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. 5 എണ്ണം 6 എണ്ണമൊക്കെ കുറച്ച് സൈസ് ചെറുതാക്കിയാൽ 5ഉം 6ഉം ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ആദ്യത്തെ മറിച്ചിടൽ വേഗം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം ഒന്ന് ആദ്യം ഇട്ടത് അടിഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇതാണ്, അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ടിഷ്യോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊള്ളിയൊക്കെ വന്നോളും. നന്നായിട്ട് പൊള്ളി വന്നു കഴിഞ്ഞാൽ വെന്തെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ പത്തിരി ഇവിടെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്, വേഗം വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാണെങ്കിൽ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. തീ കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒറോട്ടി ഉണ്ടാക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കാൻ പാടില്ല. അത്യാവശ്യം തവ നല്ല ചൂടുണ്ടെങ്കിലാണ് ഈ പത്തിരിയൊക്കെ നന്നായിട്ട് കിട്ടുക. അതിപ്പോൾ ഈ ഒരു ഒറോട്ടി ആണെങ്കിലും നമ്മളെ കോഴിക്കോടൻ നൈസ് പത്തിരി ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ചൂട് വേണം. അപ്പോൾ ഓരോ പത്തിരി ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും. ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കുക കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളധികം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഇത്. ഒന്നിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കോഴിക്കോടൻ പത്തിരി നൈസ് പത്തിരി എന്ന് പറയുന്നത് അത്. പിന്നെ അസ്ലങ്ക വടകര ആയതുകൊണ്ട് മൂപ്പർക്ക് ഈ ഒരു പത്തിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ മക്കൾക്കും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ആയതുകൊണ്ട്, കോഴിക്കോടും വടകര ആയതുകൊണ്ട് 2 പത്തിരിയും മാറ്റി മാറ്റി ഉണ്ടാക്കും. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു നോമ്പിനൊക്കെ ഇത് തിന്നാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഒറോട്ടിക്കൊക്കെ നല്ല കറി ആയിരിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ല സൂപ്പർ കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ 4 പത്തിരി നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഒറോട്ടിയും അതേപോലെ തന്നെ കറിയും എല്ലാം റെഡിയായി. ഇനി നമുക്കൊന്ന് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഞാൻ ഒറോട്ടിൻ്റെ ഇത് ഒരു പ്ലേറ്റിലാക്കിയതിന് അതിന് ശേഷം നമ്മൾ കറി വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല ഒരു അത്യാവശ്യം ഒരു കോഴി മുളകിട്ട പോലെയൊക്കെയാണ് കാണാനുണ്ടാവുക, പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പ് തരാം, നമ്മൾ സാധാരണ ഒരു കോഴി മുളകിട്ട കറിയോ ആ ഒരു ടേസ്റ്റ് ഒന്നുമല്ല, സാധാരണ ഒരു വറുത്തരച്ച തേങ്ങൻ്റെ കറിയോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നിങ്ങൾക്ക് കൂട്ടിയാൽ പൂതി ഇടൂല. അപ്പോൾ അത്രയും ഞാൻ ഉറപ്പ് തരുന്നൊരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ പൊരിച്ചിട്ട് മാറ്റി പിന്നെ നമ്മൾ വേവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. അതേപോലെ തന്നെ ഈ റൊട്ടീൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെറിയൊരു ഇമോജി എന്നെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇമോജി എന്നെങ്കിലും ഇട്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. പിന്നെ അത് നമ്മളെ പൂച്ച ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു നൈഫ് സക്കരിയ പൂച്ചയൊക്കെ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് റൂമിൽ ഇവിടെ ഉണ്ട്. അവളിപ്പോൾ ഞാൻ കിച്ചണിൽ ഉള്ളതുകൊണ്ട് അവൾ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്കി ആണെങ്കിൽ ആച്ചിൻ്റെ കൂടെയാണ് കേട്ടോ, ഓന് വർക്കിങ്ങിലാണ്, ഓന് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഓൻ്റെ കൂടെ ഓൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഓളെ കിട്ടിയിട്ടില്ല. ഓളെ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. അപ്പോൾ ബൈ ബൈ ടാറ്റ. അപ്പോൾ ഇനി ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.